എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 13 ശ്ലോകം 25, 26, 27, 28 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. ഗോപീനാം മാതൃദാസ്മിൻ സർവാ സ്നേഹർധികാം വിനാ പുരോവദാസ്വപി ഹരേ തോകതാ മായയാ വിനാ. പശുക്കൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ സ്വാമി ആണെന്നുള്ള ഭാവവും, ഗോപസ്ത്രീകൾക്ക് ഇപ്പോ അരികത്ത് വന്നിരിക്കുന്ന മുല കുടിക്കുന്നത് തങ്ങളുടെ പുത്രന്മാരാണ് എന്നുള്ള ഭാവവും മുമ്പത്തെ പോലെ തന്നെ ഉണ്ടായി. എന്നാൽ അവർക്ക് രണ്ടു കൂട്ടർക്കും സ്നേഹം മുമ്പത്തെ പോലെയല്ല, അതിലും എത്രയോ 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 അധികരിച്ചു സ്നേഹം. അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് തന്നെ മനസ്സിലാവണില്ല. അങ്ങനെ സ്നേഹം വർദ്ധിച്ചു വർദ്ധിച്ചു ഇങ്ങനെ വരികയാണ്. എപ്പോഴും ആ കുട്ടികളെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. അവർക്ക് ഇങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കണം ഇങ്ങനെ തോന്നുക ഗോപസ്ത്രീകൾക്ക്. അത് മാറ്റാൻ ഭഗവാനും സാധിക്കണില്ല. എന്താ ഇപ്പൊ ഇവരോട് പറയുക അല്ലേ? ഭഗവാനും സാധിക്കണില്ല. അതങ്ങോട്ട് അത്ഭുതമായിട്ട് ഭഗവാനും അങ്ങനെ ആണെങ്കിലും ഒക്കെ മനസ്സിലാവുണ്ടെങ്കിലും അത് മാറ്റാൻ ഭഗവാന് പോലും സാധിച്ചില്ല. ഭഗവാന് എല്ലാ ഗോപസ്ത്രീകളിലും അവരുടെ മുമ്പത്തെ പുത്രന്മാർക്ക് അവരിലുള്ളതുപോലെ തന്നെ മാതൃഭാവം ഉണ്ടായിരുന്നു. എല്ലാവരുടെ അമ്മ പോലെ തന്നെയാണ്. എന്നാൽ എൻ്റെ അമ്മ, ഞാൻ അവരുടെ പുത്രൻ എന്നുള്ള മായാഭാവം മാത്രം ഭഗവാൻ ഉണ്ടായില്ല. അവർക്ക് അങ്ങനെയാണല്ലോ തോന്നുക, മായ കൊണ്ട്. ഇതാണ് ജ്ഞാനാവസ്ഥയിലുള്ള ഭേദം. ലോകത്തിലെ എല്ലാവരും ജ്ഞാനമുള്ളവരെ വളരെ അധികം സ്നേഹിക്കും. പിന്നെ അമ്മ, അച്ഛൻ, ഭാര്യ, മക്കള് അവരെയൊക്കെ പ്രത്യേകിച്ചും സ്നേഹിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവരിലെ സ്നേഹം നമുക്ക് എന്തായാലും കൂടും അല്ലെ? ഭഗവാൻ അങ്ങനെയാണ്. എല്ലാവരെയും ഒരേപോലെ തന്നെ, മുമ്പത്തെ പോലെ തന്നെ എപ്പോഴും ഒരേപോലെ ഭഗവാന് സ്നേഹം. എന്നാ ഇതെന്റെ സംബന്ധികളാണെന്നോ ഞാൻ അവരുടെ സംബന്ധിയാണെന്നോ അങ്ങനെയുള്ള മായൊന്നും ഭഗവാൻ, ബന്ധരൂപമായിട്ടുള്ള അഹന്ത, മമത ഇതൊന്നും ഭഗവാൻ ഉണ്ടാവില്ല. അതാണ് ഈശ്വരന് അതൊന്നും ഉണ്ടാവില്ല, ജ്ഞാനികൾക്ക് ഉണ്ടാവില്ല. ഇതാണ് ജ്ഞാനികളും അജ്ഞാനികളും തമ്മിലുള്ള വ്യത്യാസം. ഇത് മാറ്റാൻ വേറെ ആർക്കും സാധിക്കുമോ? ആർക്കും സാധിക്കില്ല. ലോകം അങ്ങനെ തന്നെ നിലനിൽക്കും അല്ലെ? ഭേദബുദ്ധിയാണ് മായയുടെ സ്വരൂപം. അതുകൊണ്ടാണ് ഈ ജഗത്ത് മായാമയം എന്ന് പറയുന്നത്. ഭഗവാന്റെ ഭക്തി നിമിത്തം, ഭഗവത് ഭക്തി നിമിത്തം മായ നശിക്കും. അപ്പോ ജഗത്ത് പക്ഷേ സ്വരൂപത്തോടു കൂടി നശിക്കണില്ല. എന്നാലും ബന്ധമായിട്ടല്ല, ഭഗവത് മയമായിട്ട് ജ്ഞാനി ജഗത്തിനെ കാണും. ഇത് മുഴുവൻ ഭഗവാനാണ് എന്നുള്ള ബോധം ജ്ഞാനികൾക്കുണ്ടാവും. ഇതൊക്കെ എൻ്റെ ബന്ധുക്കളെ മാത്രം പ്രത്യേകം സ്നേഹിക്കും മായയിൽപ്പെട്ടവര് സാധാരണ. വ്രജൗകസാം സ്വതോകേഷു സ്നേഹവല്യാബ്ദമന്വകം ശനൈർനിസ്സീമവവൃഥേ യഥാ കൃഷ്ണേ ത്വാപൂർവവൽ. ഗോപസ്ത്രീകൾക്ക് ആ പുത്രസ്നേഹം കൂടുതൽ അങ്ങനെ വർദ്ധിച്ചു വരിക ഓരോ ദിവസവും. ഗോപസ്ത്രീകൾക്ക് ആദ്യം തന്നെ അങ്ങനെയാണ്. ഞങ്ങളുടെ കുട്ടികളെക്കാളും ഈ നന്ദപുത്രനായിട്ടുള്ള കൃഷ്ണനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം, ഒരു ആകർഷണമാണ് അധികം. എല്ലാവർക്കും അത് മനസ്സിലാവും. അങ്ങനെയാണ് അവര് ഭഗവാനെ, ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നത്. ഇപ്പോഴെങ്ങനെയാ അവർക്ക് തന്റെ പുത്രന്മാരിൽ തന്നെ മുമ്പ് ശ്രീകൃഷ്ണനിൽ ഉണ്ടായിരുന്ന സ്നേഹം എങ്ങനെയാ, അതുപോലെ ഗോപികൾക്ക് ഓരോ ദിവസം ആ കുട്ടികളോടുള്ള സ്നേഹം അങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. ഒരു കൊല്ലം കൊണ്ട് കഴിയാറായപ്പോഴേക്കും ആ സ്നേഹത്തിന് കയ്യും കണക്കും ഇല്ലാണ്ട് എന്നാ പറയണത്. ഒരു പൂച്ചെടിയുടെ ഒരു വള്ളി ഇങ്ങനെ ദിവസം തോറും ഇങ്ങനെ വളർന്നു ഇങ്ങനെ വരില്ലേ, അതുപോലെ സ്നേഹവും വളർന്നു വന്നു കാണിക്കാനാണ്. അതാ സ്നേഹവല്യ ആബ്ദമന്വകം എന്നാ പറയണത്. അതിങ്ങനെ വള്ളി വളർന്നു വരുന്ന പോലെ ഇവരുടെ സ്നേഹം ഇങ്ങനെ വർദ്ധിച്ചു വന്നു. എന്നാ ഒരു ചെടിക്ക് അതിങ്ങനെ വളരുന്ന ആ നീളത്തിനും പടർപ്പിനും ഒക്കെ ഒരു അതിർത്തി ഉണ്ടാവും. പക്ഷേ ഇവരുടെ സ്നേഹത്തിന് ഒരു അതിർത്തി ഉണ്ടായിരുന്നില്ല. അതാണ് നിസ്സീമമായിരുന്നു, അതിർത്തി ഇല്ലാതെ
അങ്ങനെ ദിവസം തോറും വർദ്ധിച്ചു വർദ്ധിച്ചു വരും അവരുടെ സ്നേഹം ആ കുട്ടികളോട്. ജീവൻ ഭാവത്തിലുള്ള സ്നേഹത്തിന് ഒരു അതിർത്തി ഉണ്ടാവും. അപ്പോ ഈശ്വരനില് ആ ജീവനേക്കാളും കൂടുതൽ സ്നേഹഭാവം ഉണ്ടാവും. അതാണ് ഭക്തി. ഈ ഭക്തി ക്രമേണ ഇങ്ങനെ വളർന്നു വളർന്നു വളർന്ന് ജീവനും ഈശ്വരനും ഒന്നാണ് എന്നുള്ള അറിവ് അങ്ങ് ഉറയ്ക്കുമ്പോഴാണ് ആ പരിച്ഛിന്ന ഭാവമൊക്കെ നശിച്ച് ആ സ്നേഹം അതിർത്തിയില്ലാതെ ഒരു സ്നേഹം അനുഭവമായിട്ട് വരുന്നത്. അപ്പൊ ജീവൻ ഈശ്വരൻ എന്നുള്ള ആ ഭേദഭാവന ഒന്നും ഉണ്ടാവില്ല. ആത്മനിർവിശേഷമായ ഒരു പരമസ്നേഹമായിട്ട് അതങ്ങോട്ട് മാറും. അതാണ്. അങ്ങനെയാണ് ഇപ്പൊ ഗോപസ്ത്രീകൾക്കുള്ള അനുഭവം. അവർക്ക് ഇങ്ങനെ ഒരു ആത്മനിർവൃതിയാണ് അവനവൻ്റെ കുട്ടികളെ സ്നേഹിച്ചു അവരെ പരിചരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഈശ്വരനോടുള്ള ഒരു സ്നേഹം പോലത്തെ. ഇത്തം ആത്മാത്മനാത്മാനം വത്സപാലമിഷേണ സ പാലയൻ വത്സപോ വർഷം ചിക്രീഡേ വനഗോഷ്ഠയോ. അങ്ങനെ ഭഗവാൻ ആ പശുക്കുട്ടികളായിട്ടും അവരെയൊക്കെ രക്ഷിച്ചുകൊണ്ടും ഒരു കൊല്ലം കാട്ടിലും ഗോകുലത്തിലുമായിട്ട് അങ്ങനെ കാലം കഴിച്ചു വിട്ടു. എല്ലാം ഭഗവാനായിട്ട്. ഭഗവാൻ എന്താ എവിടെ ആയാലും ആനന്ദം തന്നെ അല്ലേ. ഒരു രണ്ടെന്നുള്ള ഭാവം ഉണ്ടാവുമ്പോഴാണ് ഭീതി ഉണ്ടാവുക. എല്ലാം ഒന്നാണെന്ന് അറിയുമ്പോഴോ, എല്ലാം ആത്മാവായിട്ട് കണ്ടിരിക്കുന്ന മഹാത്മാവിന് ദുഃഖം ഉണ്ടാവോ? ഇല്ല. കാട്ടിലായാലും വീട്ടിലായാലും പരമാനന്ദം തന്നെ. അങ്ങനെയുള്ള ആ ഭഗവാൻ മനുഷ്യരിലും മൃഗാദികളിലും ഏകാത്മഭാവം സാക്ഷാത്കരിക്കുകയാണ്. അപ്പോ ആ പ്രാരബ്ധം അവസാനം വരെയുള്ള ആ കാലം അങ്ങനെ ഒരു ക്രീഡ പോലെ. ഭഗവാൻ അത്രയേ ഉള്ളൂ. ക്രീഡ മാത്രമല്ലാതെ ലേശം ദുഃഖോ ഒന്നും ഇല്ല. അതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഏകദാചാരയൻ വത്സാൻ സരാമോ വനമാവിശൽ പഞ്ചഷാസുത്രിയാമാസു ഹായനാപൂരണീഷ്വജ. അപ്പൊ ഇത്ര കാലം ബലരാമനും ആ മായയില് പെട്ട് തന്നെയായിരുന്നു. ബലരാമന് മനസ്സിലായിട്ടില്ല ഇതെല്ലാം കൃഷ്ണ ഭഗവാനാണ് പശുക്കുട്ടികളായിട്ടും ഗോപന്മാരായിട്ടും എന്നുള്ളത്. ആ ഒരു കൊല്ലം കഴിയാറായപ്പോഴാണ് ബലരാമൻ അത് മനസ്സിലായത് എന്ന് പറയാൻ ഭാവിക്കുകയാണ് ഇതില്. അങ്ങനെ പശുക്കളായിട്ടും പശുപാലകന്മാരായിട്ടും മറ്റും ബഹുരൂപനായി ഭവിച്ചിരിക്കുന്നത് ഈ ശ്രീകൃഷ്ണനാണ് എന്നുള്ളത് ഒരു കൊല്ലം തികയാൻ 5 or 6 ദിവസം ബാക്കിയുള്ളപ്പോ ഒരു ദിവസം ബലരാമനോട് ചേർന്ന് പശുക്കുട്ടികളെ മേച്ചുകൊണ്ട് കാട്ടിലേക്ക് ചെന്ന സമയത്താണ് ബലരാമന് അത് ഒരു സംശയം തോന്നിയതാണ്. ഇത്ര കാലം ബലരാമനും മനസ്സിലായിട്ടില്ല ഭഗവാനാണ് ഇത്. ഒരു മായയില് പെട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അറിഞ്ഞിട്ടേ ഇല്ല ഇതെല്ലാം ഭഗവാനാണ് പശുക്കുട്ടികളായിട്ടും ഗോപന്മാരായിട്ടും. എന്തൊരു അത്ഭുതമല്ലേ. അപ്പോ ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ്, കുറച്ചു ദിവസം മുമ്പ്, 5 or 6 ദിവസം ബാക്കിയുള്ളപ്പോ മനസ്സിലായി എന്ന് പറയാണ്. പശുക്കളായിട്ടും പശുപാലന്മാരായിട്ടും മറ്റും ബഹുരൂപനായിട്ട് ഭവിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം ബലരാമനോട് ചേർന്ന് പശുക്കുട്ടികളെയും മേച്ച് കൊണ്ട് കാട്ടിലേക്ക് ചെന്ന സമയത്താണ് അതെന്താണ്, എങ്ങനെയാണ് അത് ബലരാമന് മനസ്സിലായത് എന്നുള്ളത് ബാക്കിയുള്ള 7 ശ്ലോകങ്ങൾ കൊണ്ട്, ഈ വനത്തില് ബലരാമൻ കണ്ട ആശ്ചര്യത്തെ ഇത് മുതല് 7 ശ്ലോകങ്ങൾ കൊണ്ട് വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകത്തില്. അപ്പൊ ആ ശ്ലോകങ്ങളൊക്കെ നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.